ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീക്കെൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു വീക്കെൻഡായിരുന്നു. വളരെ കാമായിട്ടുള്ള ഒരു ഡേയിൽ നിന്ന് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഇറാൻ സിംഗപ്പൂർ ഷിപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിന് കൗണ്ടർ അറ്റാക്ക് അമേരിക്ക ചെയ്തു. റഡാർ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്തു. തിരിച്ച് അമേരിക്കൻ ബേസിനെ, ഖത്തറിലൊക്കെയുള്ള അമേരിക്കൻ ബേസിനെ തിരിച്ച് ഇറാനും ആക്രമിച്ചു. എന്നിട്ട് ഇപ്പോൾ ഇനി ഇനി ഫർദർ ഒരു എസ്കലേഷൻ വരത്തില്ല എന്നുള്ള രീതിക്ക് ഒരു സംസാരത്തോടെ ഇത് ഫൈനലി അവർ കട്ട് ചെയ്തു. ഇപ്പോൾ വീണ്ടും നോർമലൈസ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഓൾമോസ്റ്റ്ലി 98%ഓളം 96%ഓളം ഗതാഗതം നടക്കുമായിരുന്നു. 99%ഓളം വന്നതാണ്. തിരിച്ച് വീണ്ടും അതൊരു 15%ലോട്ട് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഒരു പെട്ടെന്ന് ഒരു പാനിക് സിറ്റുവേഷൻ വന്നിട്ട് വീണ്ടും കാം ഡൗൺ ആയി. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആടി. എന്നിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നു. നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ചാർട്ടിലേക്ക് വരുമ്പോൾ ഓക്കെ, നിഫ്റ്റി ഇന്ന് ഒരു സെക്കൻഡ് മുന്നേ ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത് 24,100 എന്നുള്ളൊരു ലെവലിലാണ്. ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. 24,100 പകരം നമ്മുടെ മാർക്കറ്റ് നിൽക്കാൻ ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് ഇന്ന് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചാർട്ട് ഡ്രാ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ്ട് ഇവിടെ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ് ടു ഈ ഒരു ഏരിയയാണ് കാണിക്കുന്നത്. ഓക്കെ ഫൈൻ, ഈ ഒരു ഏരിയ നമുക്ക് ഓപ്പണിംഗ് റേഞ്ചായിട്ട് കാണിക്കുന്നുണ്ട്. 24,100 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ബാർ റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ അപ് ടു 24, 140, 130 വരെയൊക്കെ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് പിടിച്ച് നിന്നേക്കാം. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24, 180 to 240 ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഹിറ്റ് ചെയ്യാം. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മേളിലോട്ടുള്ള ലെവൽസ് സ്ഥിരം പറയുന്നത് 350യും 440 തന്നെയാണ്. അങ്ങോട്ട് അധികം മാർക്കറ്റ് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ലെവൽ നമ്മൾ വാച്ച് ചെയ്ത് വയ്ക്കുക. 180 ഓർ 240 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് വരാം. ഇങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസവും സംഭവിച്ചത്. അവിടെ നിന്നിട്ട് മാർക്കറ്റ് വീഴുന്നിട്ടുണ്ടായിരുന്നു. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ 24,100, അതിന് താഴേക്ക് 24,000 ടു 23,960 വരെ അതിനൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 880, 800, 720 ഈ 3 ലെവൽസാണ് വാച്ച് ചെയ്യാനുള്ളത്. മാർക്കറ്റിൽ നാളെ എക്സ്പയറി ഉണ്ട്, നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്. സോ മാർക്കറ്റിൽ നിന്ന് ആദ്യത്തെ ഒരു 10-15 മിനിറ്റത്തേക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എന്നിട്ട് മാർക്കറ്റ് സൈഡ് വേസ് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് പേഴ്സണലി അത് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത് ആ ഒരു മൂമെൻറ്റിൻ്റെ കൂടെ പോവുക. ഇൻ കേസ് അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേയിൽ കണ്ടതുപോലെ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു എൻട്രി എടുക്കാം. ഇല്ല, ബ്രേക്ക് ഔട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുക, ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇന്ന് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 15 മിനിറ്റിനകത്ത് ആ വോളറ്റൈലിറ്റി പഠിപ്പിച്ച് തരും എങ്ങനെ മാർക്കറ്റ് ട്രേഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. ആ അഡ്ജസ്റ്റ്മെൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാം. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമുക്ക് ഗ്രൂപ്പിനകത്ത്, ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഞാൻ ചാറ്റിൽ ഇടുന്നുണ്ടാവും. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. കൃത്യമായിട്ട് എസ് എൽ വെക്കുക. ഒരു ഡയറക്ഷൻ ഇപ്പോൾ ഇല്ല. ഫൈൻ, ഫ്ലാറ്റായിട്ടുള്ള ഓപ്പണിംഗ്, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മാർക്കറ്റ് അതിന് ശേഷം പോവാം. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.